നോർമൽ വാട്ടറിൽ കഴുകിയെടുത്താൽ പോരാ, വീണ്ടും ഇത് ചൂടുവെള്ളത്തിലേക്ക് നന്നായിട്ട് ചൂടുവെള്ളത്തിൽ വാഷ് ചെയ്തെടുക്കണം. പൗഡർ ഇതേപോലെ ഇട്ട് കൊടുക്കുകയും കൊണ്ടു വൺ സൈഡിലൂടെ പാല് വരും, അടുത്ത ഭാഗത്തോട്ട് തന്നെ അതിന്റെ പൗഡർ അങ്ങ് പുറത്തേക്ക് വരികയാണ് ചെയ്യുന്നത്. F0 വന്നിരിക്കുന്നത് കണ്ണൂർ ജില്ലയിലെ അഞ്ചരക്കണ്ടി ഫാമേഴ്സ് ബാങ്കിന്റെ അണ്ടറിൽ വർക്ക് ചെയ്യുന്ന സഹകാരി കോക്കനട്ട് പ്രോസസിംഗ് പ്ലാന്റിലാണ് ഞാൻ വന്നിരിക്കുന്നത് കേട്ടോ. ഒരു വലിയ ഒരു കമ്പനിയാണ് ഇത് വരുന്നത്. ഞാൻ മുന്നേ നിങ്ങളുടെ മുന്നിലേക്ക് ഒരു ഡെസിക്കേറ്റഡ് കോക്കനട്ട് ചെയ്ത ഒരു കമ്പനിയുടെ വീഡിയോ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് ഒത്തിരി പേര് പറഞ്ഞൊരു കാര്യം ഉണ്ടായിരുന്നു, തേങ്ങാ പാല് ചെയ്യുന്ന ഒരു കമ്പനിയുടെ ആ ഒരു പ്രോസസിംഗ് കാര്യം കൂടി ഒന്ന് കാണിക്കണം എന്നുള്ളത്. അങ്ങനെ അന്വേഷിച്ചപ്പോഴാണ് അഞ്ചരക്കണ്ടി ഫാമേഴ്സ് ബാങ്കിന്റെ അണ്ടറിൽ ഇതേപോലെ സഹകാരിയുടെ ബ്രാൻഡ് നെയിമോട് കൂടിയിട്ട് വലിയൊരു കമ്പനി പ്രവർത്തിക്കുന്നത് ഞാൻ അറിഞ്ഞിട്ട് നേരെ ഇവിടെ വന്നിട്ടുണ്ട്. എന്തൊക്കെ ഇവിടെ നടക്കുന്നത്, എങ്ങനെയാണ് ഇതിന്റെ പ്രോസസിംഗ് രീതിയൊക്കെ നമ്മൾ കാണാൻ പോവാണ്. നേരെ കമ്പനിക്കകത്തേക്ക്. സഹകാരി കമ്പനിയുടെ മാനേജറായിട്ടുള്ള സന്ദീപേട്ടൻ ഇപ്പം മുന്നിലുള്ളത്. സന്ദീപേട്ട, ഈ ഒരു കമ്പനി ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ട് എത്ര വർഷമായി? 2016 അഞ്ചരക്കണ്ടി ബാങ്കിന് കീഴിൽ ഈ നാളികേര സംസ്കരണ യൂണിറ്റ് ഉദ്ഘാടനം ചെയ്തിട്ടുള്ളത്. ഈ കമ്പനിയുടെ ലക്ഷ്യം എന്താ വരുന്നത്? നമുക്ക് ഈ പ്രദേശത്തുള്ള നാളികേര കർഷകർക്ക് അവരുടെ ഉൽപ്പന്നത്തിന് ഉയർന്ന വില ഉറപ്പുവരുത്താനും അതുപോലെ തന്നെ ഉപഭോക്താക്കൾക്ക് ഗുണമേന്മയുള്ള വെളിച്ചെണ്ണയും മറ്റു ഉൽപ്പന്നങ്ങളും നൽകുക എന്നതാണ് ലക്ഷ്യം. അതിൻ്റെ കൂടെ തന്നെ ഈ പഞ്ചായത്തിലുള്ള കുറേ ആളുകൾക്ക് ജോലി കൊടുക്കുക എന്നതും കൂടി ബാങ്കിൻ്റെ പരമപ്രധാനമായിട്ടുള്ള ലക്ഷ്യമാണ്. ഞാൻ ഇവിടെ വരുന്ന സമയത്ത് തേങ്ങ പാലുണ്ടാക്കുന്ന ഒരു കാഴ്ച കാണാനാണ് ഇവിടെ വന്നിട്ടുള്ളത്. അത് സാധാരണ രീതിയിൽ എല്ലാവർക്കും വീട്ടമ്മമാർക്കൊക്കെ ഏറ്റവും ടെൻഷനുള്ള ഒരു വലിയ പ്രയാസമുള്ള ഒരു കാര്യമാണ്. ഒരു തേങ്ങ ഉടയ്ക്കണം, ചിരവി എടുക്കണം, അതിനെ പാലാക്കി എടുക്കണം. എന്നാൽ നിങ്ങൾ വളരെ സിമ്പിളായിട്ട് ഒരു പാക്കറ്റ് പൊട്ടിച്ച് കഴിഞ്ഞാൽ നമുക്ക് പാല് കയ്യിൽ കിട്ടി അല്ലേ? അത്രയും സിമ്പിളായിട്ടാണ് നിങ്ങൾ ഈ പ്രോഡക്റ്റുകൾ ജനങ്ങളിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനി എനിക്കറിയാം ഇതിൻ്റെ പ്രോസസ്സിങ് രീതിയാണ്. ഇതെങ്ങനെയാണ് നിങ്ങൾ പ്രോസസ്സ് ചെയ്തെടുക്കുന്നത്, എത്രമാത്രം ഹൈജീനിക് ആയിട്ടാണ് ഒക്കെ അറിയാനുണ്ട്. കാരണം വളരെ ശ്രദ്ധിച്ച് ചെയ്യേണ്ട ഒരു കാര്യമാണ്. നമുക്ക് അതിലേക്ക് കടക്കാം. നമ്മുടെ നാട്ടിലുള്ള കർഷകരിൽ നിന്നാണ് നമ്മൾ നാളികേരം സംഭരിക്കുന്നത്. നാട്ടിലുള്ള കർഷകരിൽ നിന്നും നാളികേരം ലഭിക്കാതെ വരുന്ന സമയത്ത് മാത്രമേ നമ്മൾ ആലക്കോടുള്ള ഒരു സൊസൈറ്റിയിൽ നിന്ന് നാളികേരം സംഭരിക്കുന്നത്. ഓക്കെ, ഈ കമ്പനിയിലേക്ക് തേങ്ങ മാത്രമേ നിങ്ങൾ പർച്ചേസ് ചെയ്യുന്നുള്ളൂ? തേങ്ങ മാത്രമേ നമ്മൾ പർച്ചേസ് ചെയ്യുന്നു. വെളിച്ചെണ്ണയും നിങ്ങൾ ചെയ്യുന്നുണ്ടല്ലേ? പക്ഷെ വെളിച്ചെണ്ണക്ക് പോലും കൊപ്ര പർച്ചേസ് ചെയ്യുന്നില്ല, കൊപ്ര വാങ്ങുന്നേ ഇല്ല. ഓക്കെ, ഇവിടത്തേക്ക് തേങ്ങ കൊണ്ടുവരാണ് ചെയ്യുന്നത്. അത് നമ്മൾ ലോറികളിലോ അല്ലെങ്കിൽ ചെറിയ ചെറിയ വാഹനങ്ങൾ ഇവിടെ കൊണ്ടുവരും അല്ലേ? അങ്ങനെയാണ് വരുന്നത്. ഓക്കെ, ഇവിടെ കൊണ്ടുവന്നതിന് ശേഷം ഇവിടെ ഇതുപോലെ ഇറക്കുന്ന സമയത്ത് തന്നെ ഒന്നാം ഘട്ട പരിശോധന നടക്കുന്നുണ്ട്. ഒന്നാം ഘട്ട പരിശോധന അതെന്താ നിങ്ങൾ പരിശോധിക്കുന്നത്? ആദ്യം തന്നെ നമ്മൾ തേങ്ങയുടെ ഗുണമേന്മ ഉറപ്പുവരുത്തുന്നത്, അതായത് വിളവ് കുറഞ്ഞതാണോ അല്ലെങ്കിൽ കേട് വന്നതോ ആയിട്ടുള്ള നാളികേരം ഇന്നത് മാറ്റി വന്നുണ്ട്. അത് ആദ്യത്തെ ഒരു ചെക്കിംഗ് ഇവിടെ നടക്കുകയാണ്. ഒന്നാം ഘട്ട ചെക്കിംഗ് നമ്മൾ ഇറക്കുമ്പോൾ തന്നെ നടക്കുന്നുണ്ട്. ഓക്കെ, അതിനുശേഷമാണ് നമ്മളിത് തേങ്ങാപ്പാലിന്റെ ആവശ്യത്തിന് വേണ്ടി ഇവിടെ മാറ്റുന്നത്. ഈ കാണുന്ന പോലെ തേങ്ങാപ്പാലേക്ക് കൊണ്ടുവന്ന തേങ്ങ ആദ്യം തന്നെ ഇതിന്റെ ചിരട്ട റിമൂവ് ചെയ്യുന്ന ഒരു പരിപാടി, ഡീഷെല്ലിംഗ് പ്രോസസ്സാണ് നടക്കുന്നത്. ഇത് ഈ കാണുന്ന രീതിയിൽ മാനുവൽ ആയിട്ടാണ് ഇതിന്റെ പ്രവർത്തനങ്ങൾ അങ്ങനെ നടക്കുന്നത്. ഇവിടെ ഒത്തിരി സ്ത്രീകൾ ഇരുന്നുകൊണ്ടാണ് ഈ ഒരു കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതെ, ഒത്തിരി സ്ത്രീകൾ ഇരുന്നുകൊണ്ട് തന്നെയാണ് ഈ മാനുവൽ ആയിട്ട് തന്നെയാണ് ഈ പ്രോസസ്. ഇതിങ്ങനെ ചെയ്യുന്ന സമയത്ത് എനിക്കൊരു ടെൻഷൻ, ഇത് വളരെ ഫാസ്റ്റ് ആയിട്ടാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആ കൈക്ക് തട്ടിപ്പോവുക എന്നൊക്കെ അപകടങ്ങളൊക്കെ വരാൻ സാധ്യത ഉണ്ടോ ഇതില്? ഇവർ നല്ല എക്സ്പേർട്ട് ആയിട്ടുള്ള തൊഴിലാളികളാണ്, അതുകൊണ്ട് തന്നെ മറ്റൊരു അപകടങ്ങളൊന്നും തന്നെ ഇവർക്ക് വരാനുള്ള സാധ്യതയില്ല. ഇതുവരെ വന്നിട്ടില്ല. ഇത് മാനുവൽ മാത്രമേ ചെയ്യുന്നുള്ളൂ ഈ ഡീഷെല്ലിംഗ്? നമുക്ക് മെഷീൻ ഉപയോഗിച്ചിട്ട് വേണ്ടി ചെയ്യാൻ കഴിയും. ഈ കാണുന്ന മെഷീൻ ഉപയോഗിച്ചിട്ട് രണ്ടുപേർക്ക് വേണ്ടുന്ന തേങ്ങ നമുക്ക് ആവശ്യമുള്ള തേങ്ങ വേണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. കുറച്ചുകൂടി ഫാസ്റ്റ് ആയിട്ട് വേണമെങ്കിൽ രണ്ടുപേർ ഇരുന്നവർ ഇതേപോലെ ഡീഷെല്ലിംഗ് ഒരു ഭാഗത്ത് മറ്റൊരു ഭാഗത്ത് മെഷീൻ വെച്ചിട്ട് ചെയ്യാൻ വേണ്ടി സാധിക്കും. ഇതിനുശേഷം ഇതിന്റെ സ്കിൻ റിമൂവ് ചെയ്യുന്നു. ഈ സ്കിൻ റിമൂവ് ചെയ്യുന്നത് നമ്മുടെ ക്വാളിറ്റി പരിശോധനയുടെ രണ്ടാം ഘട്ടമാണ് ശരിക്കും ചെയ്യുന്നത്. ഈ കൃത്യമായിട്ട് സ്കിൻ റിമൂവ് ചെയ്താൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യുന്ന ഇത് പാലിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാൻ വേണ്ടി സാധിക്കുള്ളൂ. അതായത് നമ്മൾ ഈ തേങ്ങയുടെ മുകളിലുള്ള ഈ ബ്രൗൺ കളർ അല്ലേ, ബ്രൗൺ കളർ സ്കിൻ പൂർണ്ണമായും മാറ്റി നല്ല വൈറ്റ് കളറായിരുന്ന നാളികേരമാണ് ഉപയോഗിക്കുന്നത്. ഇതിന്റെ അടുത്ത ഘട്ടം എന്നുള്ളത് ഇതിന്റെ തേങ്ങയുടെ ഉള്ളിലുള്ള വെള്ളം കളയലാണ്. ഈ കാണുന്ന രീതിയിൽ ഇത് കട്ട് ചെയ്ത് വെള്ളം കളയുന്ന ഒരു പ്രോസസ്സാണ് ഇപ്പോൾ നടന്നുകൊണ്ടേയിരിക്കുന്നത്. അല്ല, ഇങ്ങനെ ഇത്രയും വലിയൊരു കമ്പനിയിൽ ഇത് കട്ട് ചെയ്യാനുള്ള മെഷീൻ ഇല്ലേ? കട്ട് ചെയ്യാനുള്ള മെഷീൻ ഉണ്ട്, പക്ഷെ കട്ട് ചെയ്യാനുള്ള മെഷീൻ ഉപയോഗിക്കുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയില്ല, ഇതിന്റെ ക്വാളിറ്റി ഉറപ്പുവരുത്താൻ കഴിയില്ല. ഇതിനുള്ളിൽ കേടാണോ എന്നുള്ളത് കാര്യം മാനുവലായി കട്ട് ചെയ്താൽ മാത്രമേ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. അടുത്തൊരു ചെക്കിംഗ് ഇവിടെ നടക്കുകയാണ്. അടുത്ത ചെക്കിംഗ് ഈ ഘട്ടത്തിൽ കഴിയുകയാണ്. അപ്പൊ അതിനുശേഷമാണ് നമ്മൾ ഇതിനെ ഈ പീസ് ആക്കി മാറ്റുന്ന ഒരു പ്രോസസ്സാണ് ഈ കാണുന്നത്. ഈ പീസ് ചെയ്യുന്ന സമയത്തും ഇതിന്റെ അടുത്ത നെക്സ്റ്റ് പരിശോധനയും കൂടി നമുക്ക് ഇതിന്റെ കൂട്ടത്തിൽ വേണ്ടി നടക്കുന്നുണ്ട്. മൂന്നാമത്തെ ചെക്കിംഗ് പിന്നെ നടന്നു. ക്വാളിറ്റി ഉറപ്പുവരുത്താൻ വേണ്ടി ഇത്രയും കാര്യങ്ങൾ നമ്മളിപ്പോൾ ഓരോ ഘട്ടത്തിലും സൂക്ഷ്മമായി നിരീക്ഷിച്ചുകൊണ്ടേയിരിക്കുന്നുണ്ട്. ഈ കട്ട് ചെയ്ത തേങ്ങ കഷ്ണങ്ങളെല്ലാം തന്നെ നമ്മൾ ഈ നന്നായിട്ട് കഴുകിയെടുക്കണം. ഈ കഴുകിയെടുക്കുന്നതിന് വേണ്ടിയാണ് ഈ 2 സ്റ്റീൽ ടാങ്കുകൾ ഉപയോഗിക്കുന്നത്. ഈ 2 സ്റ്റീൽ ടാങ്കുകളിൽ 2 തവണ കഴുകിയെടുത്തതിന് ശേഷമാണ് ഇത് ഒരു ഭാഗത്ത് നിന്ന് കഴുകി ഇത് കഴുകിയതിന് ശേഷം അടുത്തൊരു ഭാഗത്തേക്ക് അല്ലേ, ഈ ടാങ്കിന്റെ അടുത്തൊരു ഭാഗത്തേക്ക് വീണ്ടും കഴുകിയെടുക്കണം. അത്രയും ശ്രദ്ധ കൊടുക്കുന്നുണ്ട്, വാഷ് ചെയ്തെടുക്കുന്ന ഒരു കാര്യത്തിലല്ലേ? അതെ, അത്രയും ശ്രദ്ധയോടുകൂടി ചെയ്യേണ്ട ഒരു ജോലിയാണിത്. അത് ശരി. അപ്പൊ വാഷിംഗ് കഴിഞ്ഞു, ഇത് ഈ രണ്ടും കൂടി കഴിയുമ്പോൾ നമുക്ക് അടുത്ത ഘട്ടം നമ്മുടെ ചൂടുവെള്ളം നല്ല ഹീറ്റ് ആയിട്ടുള്ള വെള്ളത്തിലേക്ക് ഒരു സ്റ്റെയിൻലെസ് സ്റ്റീലിന്റെ ഒരു ട്രേയിലേക്ക് മാറ്റിയിട്ട് നന്നായിട്ട് അത് ഒന്നും കൂടി വാഷ് ചെയ്യണം. അത് ശരി. ഈ നോർമൽ വാട്ടറിൽ കഴുകിയെടുത്താൽ പോരാ, ഈ 2 പ്രാവശ്യം കഴുകിയാൽ പോരാ, വീണ്ടും ഇത്
ചൂടുവെള്ളത്തിലേക്ക് നന്നായിട്ട് ചൂടുവെള്ളത്തിൽ വാഷ് ചെയ്തെടുക്കണം. നന്നായി ചൂടുവെള്ളത്തിൽ വാഷ് ചെയ്തതിന് ശേഷം മാത്രമേ നമുക്ക് അടുത്ത ഘട്ടമായിട്ടുള്ള തേങ്ങ പാലിന്റെ പ്രോസസ്സിലേക്ക് പോകാൻ വേണ്ടി കഴിയും. ഈ ചൂടുവെള്ളത്തിൽ കഴുകിയെടുത്ത തേങ്ങ കഷ്ണങ്ങളെല്ലാം തന്നെ അടുത്തത് ഇത് നമുക്ക് തേങ്ങ പൊടിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന മെഷീനിലേക്ക് മാറ്റുകയാണ്. ഈ മെഷീനിൽ വെച്ചിട്ടാണ് നമ്മൾ തേങ്ങ പൊടിച്ചെടുക്കുന്നത്. ഈ പൊടിച്ചെടുത്ത ഈ പൗഡറാണ് നമ്മൾ എന്ത് ചെയ്യുക, അടുത്തത് തേങ്ങ പാലുണ്ടാക്കുന്ന മെഷീനിലേക്ക് മാറ്റുന്നത്. ഈ പൊടിച്ചെടുക്കുന്നത് വളരെ നേരത്തെ രീതിയിൽ തന്നെയാണ് ഇത് പൊടിച്ചെടുക്കുന്നത്. നേരെ പൗഡർ ഫോമിൽ തന്നെയാണ് നമുക്ക് ഈ കിട്ടുക. അടുത്തത് നമ്മൾ പാല് പിഴിയലാണ്. ഈ പൗഡറിനെ നമ്മൾ പാലാക്കി മാറ്റുന്ന ഒരു പ്രോസസ്സാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. പാല് പിഴിയുന്ന മിൽക്ക് എക്സ്ട്രാക്ടിംഗ് മെഷീനിലേക്ക് നമ്മൾ ഈ പൗഡറിനെ മാറ്റുന്നു. അത് ഈ തേങ്ങ ഇതിന്റെ മുകളിൽ ഇങ്ങനെ കൊടുക്കുകയാണ് ചെയ്തത്, മെഷീന് മുകളിൽ ആ പൗഡർ ഇതേപോലെ ഇട്ട് കൊടുക്കുകയും വേണ്ടു. അപ്പോൾ അത് പാലായിട്ട് ഇവിടുന്ന് ഇങ്ങനെ മാറി വരും. വൺ സൈഡിലൂടെ പാല് വരും, അടുത്ത ഭാഗത്തോട്ട് തന്നെ അതിന്റെ പൗഡർ അങ്ങ് പുറത്തേക്ക് വരികയാണ് ചെയ്യുന്നത്. ഇതിന് ശേഷമാണ് നമ്മൾ ഇതിനെ പാല് ചൂടാക്കുന്ന ഒരു പ്രോസസ്സാണ്. അതിന് ഈ ടാങ്കിലേക്ക് മാറ്റും. ഇതിനെ ചൂടാക്കി എടുക്കണം. നന്നായിട്ട് ചൂടാക്കി എടുക്കണം. കാരണം അത്രയും ബാക്ടീരിയ ഫ്രീ ആയില്ലെങ്കിൽ പെട്ടെന്ന് ഇത് കേടുവരാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെയൊക്കെ ശ്രദ്ധിക്കണം. വളരെ ശ്രദ്ധിച്ചില്ലെങ്കിൽ നമുക്ക് അപകടം ചെയ്യും. ഇതിന് വേണ്ടിയിട്ടാണ് ഇപ്പൊ ഈ ഒരു ബോയിലർ ഇതിലേക്ക് ചൂടാക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു മെഷീൻ പാത്രത്തിലേക്ക് നന്നായിട്ട് ചൂടായതിനു ശേഷം മാത്രമേ നമുക്കത് പാക്ക് ചെയ്യാൻ വേണ്ടി സാധിക്കൂ. ഈ ചൂടാക്കിയ പാല് നമ്മൾ അടുത്തതായിട്ട് പാക്കിംഗ് സെക്ഷനിലേക്ക് മാറ്റുകയാണ് ചെയ്യുന്നത്. ഈ ചൂടോടുകൂടി തന്നെ നമുക്കിത് പാക്ക് ചെയ്യാൻ വേണ്ടി സാധിക്കണം. ഇത് ചൂടോടുകൂടി തന്നെ പാക്ക് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പ്ലാസ്റ്റിക് പൗച്ചിലേക്ക് മാറ്റുമ്പോൾ അത് പ്രശ്നമല്ലേ? അല്ല, ഇത് ഫുഡ് ഗ്രേഡ് റിട്ടോർട്ട് പൗച്ചാണ്. ഇത് ചൂടോടുകൂടി പാക്ക് ചെയ്യാനുള്ള ഒരു മെറ്റീരിയലാണ്. അത് ശരി. ഞാൻ മുന്നേ 1-2 കമ്പനി ഇതേപോലെ ചെയ്യണ്ടായിരുന്നു. റിട്ടോർട്ടിംഗ് സിസ്റ്റമാണ് നിങ്ങൾ റിട്ടോർട്ടിംഗ് സിസ്റ്റമാണ് ഇതിന് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള പാക്കിംഗ് സിസ്റ്റം. പാക്ക് ചെയ്ത പാല് അടുത്തതായിട്ട് നമ്മൾ സീൽ ചെയ്ത് ട്രേയിലേക്ക് മാറ്റി വെച്ചു. ട്രേയിൽ നിന്ന് നമ്മൾ റിട്ടോർട്ടിംഗ് മെഷീനിലേക്ക് മാറ്റുന്നതാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതിൽ എത്ര സമയം വെക്കേണ്ടി വരും? റിട്ടോർട്ടിംഗ് മെഷീനിൽ നമ്മളൊരു അരമണിക്കൂറോളം വെക്കേണ്ടി വരും. ഓക്കെ. ഇതിൽ ട്രേയിൽ തന്നെയാണ് ഇത് ഓരോന്നുള്ളിലേക്ക് കൊടുക്കുന്നത്. അതെ, ട്രേ തന്നെയാണ് നമ്മൾ ഇതിനുള്ളിലേക്ക് സെറ്റ് ചെയ്തിട്ടുള്ളത്. അരമണിക്കൂർ റിട്ടോർട്ട് പ്രോസസ്സ് കഴിഞ്ഞാൽ നമുക്ക് നേരെ പാല് പുറത്തേക്ക് എടുക്കാൻ വേണ്ടി സാധിക്കും. പുറത്തേക്ക് എടുത്തു കഴിഞ്ഞാലും ഇതിൻ്റെ പ്രോസസ്സ് അവസാനിക്കുന്നില്ല. ഇത് നമ്മളൊരു 2 വീക്സ് ഒബ്സർവേഷനിലേക്ക് വെക്കും. കാരണം പാക്കിങ്ങിലോ മറ്റോ എന്തെങ്കിലും ചെറിയൊരു ഡിഫക്റ്റ് ഉണ്ടെങ്കിൽ ഇത് കേടാവാനുള്ള സാധ്യതയും കൂടി ഉണ്ട്. ക്വാളിറ്റി ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതിൻ്റെ ഒബ്സർവേഷൻ പീരീഡ് ഒരു 2 ആഴ്ചത്തേക്ക് മാറ്റുന്നത്. ഇതിനിടയിൽ പാലെടുക്കുന്ന സമയത്ത് തന്നെ ഇതിൻ്റെ ഒരു ടെസ്റ്റും കൂടി നടക്കുന്നുണ്ട്. നമ്മുടെ ഓരോ ബാച്ചിൻ്റെയും സാമ്പിൾ എടുത്തുകൊണ്ട് നമ്മുടെ ലാബിൽ ഇതിന്റെ ഗുണമേന്മ പരിശോധനയും കൂടി നടത്തുന്നുണ്ട്. നിങ്ങൾ സ്വന്തമായിട്ട് ഇവിടെ ലാബും വരുന്നത്? നമ്മൾ സ്വന്തമായിട്ട് ക്വാളിറ്റി ചെക്ക് ചെയ്യാനുള്ള ലാബും കൂടി ഇവിടെ സ്ഥാപിച്ചിട്ടുണ്ട്. അതിൽ പരിശോധിച്ചതിന് ശേഷം മാത്രമേ നമ്മൾ ഈ പ്രോഡക്റ്റ് ഇറക്കുന്നുള്ളൂ. ഇതിന്റെ എല്ലാ ഘട്ടവും കഴിഞ്ഞു. ഇത് നമ്മൾ മാർക്കറ്റിലേക്ക് പോകുന്നതിന് മുമ്പായി ഇത് ബോക്സിലേക്ക് ആക്കുന്ന ഒരു പ്രോസസ്സാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. 1 ലിറ്റർ ഉണ്ട്, 500 ml ഉണ്ട്, 200 ml ഉണ്ട്. ഇങ്ങനെ ഓരോന്നും സെപ്പറേറ്റ് ബോക്സിലേക്ക് ആക്കി ബോക്സ് ചെയ്തതിന് ശേഷം നമ്മളിതിങ്ങനെ സ്റ്റോക്കിലേക്ക് മാറ്റുകയാണ് ചെയ്യുന്നത്. ഓക്കെ. നമ്മളിപ്പോൾ ഈ കണ്ടത് തേങ്ങ പാല് ചെയ്തതാണ്. ഇതല്ലാതെ നിങ്ങൾക്ക് എന്തൊക്കെ പ്രോഡക്റ്റുകൾ ഇനിയുള്ളത്? നമുക്ക് വെളിച്ചെണ്ണയുണ്ട്. വെളിച്ചെണ്ണ ചെയ്തെടുക്കുന്നത് ഞാൻ ആദ്യം നിങ്ങൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു. നിങ്ങൾ കൊപ്രയല്ല പർച്ചേസ് ചെയ്യുന്നത്, ഇതേപോലെ തേങ്ങ തന്നെ നിങ്ങൾ പർച്ചേസ് ചെയ്യുന്നത്. നമ്മുടെ മാത്രം ഒരു പ്രത്യേകത എന്ന് പറയുന്നത് നമ്മൾ മറ്റ് ആളുകളിൽ നിന്നല്ല പുറത്തുനിന്ന് 1 കിലോ പോലും കൊപ്ര വാങ്ങിക്കുന്നില്ല. കൊപ്ര വാങ്ങിയാൽ നമുക്കറിയാം അത് സൾഫർ ഫ്രീ എന്ന് നമുക്ക് പറയാൻ വേണ്ടി കഴിയില്ല. നമുക്ക് അടുത്ത ദിവസം നമ്മൾ പത്രങ്ങളിലൊക്കെ വാർത്ത വന്നല്ലോ. അപ്പോൾ നമുക്ക് 100% പറയാൻ കഴിയും സൾഫർ ഫ്രീ ആയിട്ടില്ല, അതിൽ കെമിക്കൽ ഫ്രീ ആയിട്ടില്ല വെളിച്ചെണ്ണ നമുക്ക് ഉപഭോക്താക്കൾക്ക് നൽകാൻ കഴിയുന്നതാണ് നമ്മൾ ഏറ്റവും വലിയൊരു മെറിറ്റ്. അത്രയും ക്വാളിറ്റി ഉറപ്പുവരുത്തിക്കൊണ്ടാണ് നമ്മൾ വെളിച്ചെണ്ണ ഉൽപ്പാദനം നടത്തുന്നത്. അടുത്ത പ്രോസസ്സിൽ തേങ്ങ കട്ട് ചെയ്യും. ഈ കാണുന്നവരെല്ലാം തന്നെ കട്ട് ചെയ്യുന്ന പ്രോസസ്സാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. തേങ്ങ കട്ട് ചെയ്തതിന് ശേഷം നമ്മൾ അതിൻ്റെ വെയിറ്റ് എടുത്തതിന് ശേഷം നമ്മൾ ഡ്രയറിലേക്ക് മാറ്റും. ഡ്രയറിൽ നമ്മൾ 12 മണിക്കൂർ അതിൻ്റെ ചൂട് കൊടുക്കും. ഈ 12 മണിക്കൂർ ഉണങ്ങിയ നാളികേരമാണ് നമ്മൾ ഡീഷെൽ ചെയ്യാൻ വേണ്ടിയിട്ട് പുറത്തേക്ക് കൊടുക്കും. ഇത് വലിയൊരു ഡ്രയർ തന്നെ ഇവിടെ നിങ്ങൾ യൂസ് ചെയ്യുന്നത് ഇതിന് വേണ്ടിയിട്ടല്ലേ? നമുക്ക് 1 ലക്ഷം നാളികേരം 24 മണിക്കൂർ കൊണ്ട് കൊപ്രയാക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ ഒരു ഡയറി യൂണിറ്റാണ് നമ്മൾ ഇവിടെ സ്ഥാപിച്ചിട്ടുള്ളത്. 1 ലക്ഷം നാളികേരം ഒരു ദിവസം കൊണ്ട് കൊപ്രയാക്കാൻ വേണ്ടി സാധിക്കും. ഈ പ്രൈമറി ചേമ്പറിൽ നിന്ന് പുറത്തേക്ക് എടുക്കുന്ന കൊപ്ര നമ്മൾ എന്ത് ചെയ്യുന്നതാണ് ഇവ കാണുന്ന പോലെ തന്നെ ഇവരെ ഡീഷൽ ചെയ്തതിന് ശേഷം വരുന്ന കൊപ്രയിൽ നിന്ന് സെഗ്രേറ്റ് ചെയ്യും. അപ്പോൾ അതിനകത്ത് വളവ് കുറഞ്ഞതോ അല്ലെങ്കിൽ ക്വാളിറ്റി കുറഞ്ഞതുമായിട്ടുള്ള കൊപ്ര എന്ത് ചെയ്യും, അത് പ്രത്യേകം മാറ്റി വെക്കും. ഈ കാണുന്ന ഈ കൊപ്രയാണ് നമ്മൾ എന്ത് ചെയ്യും വിളക്കെണ്ണ ഉൽപ്പാദിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അത് ശരി. കുറച്ചൊരു മോശമുള്ള കൊപ്രയൊക്കെ നിങ്ങൾ മാറ്റി വെക്കുകയാണ് ചെയ്യുന്നത്. അത് ഇതിന്റെ കൂടെ പോകില്ല, അതിന്റെ കൂടെ തന്നെ പോകുന്നില്ല. അപ്പോൾ നല്ല പ്യൂർ ആയിട്ടുള്ള കൊപ്ര മാത്രം നിങ്ങൾ എടുക്കുന്നു. പ്യൂർ ആയിട്ടുള്ള കൊപ്ര മാത്രമേ നമ്മൾ ഉപയോഗിക്കുന്നുള്ളൂ. ബാക്കിയെല്ലാം തന്നെ നമ്മൾ വിളക്കെണ്ണ ഉൽപ്പാദിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. ഈ സഗ്രഗേഷൻ കഴിഞ്ഞ കൊപ്ര നമ്മൾ കൺവെയർ വഴി കൊപ്ര ചേമ്പറിലേക്ക് മാറ്റുക ചെയ്യുന്നത്. ഈ കൊപ്ര ചേമ്പറിൽ 12 മണിക്കൂർ അടുത്ത 12 മണിക്കൂർ കൊണ്ട് തന്നെ എന്ത് ചെയ്യും, അത് നമുക്ക് നല്ല ഡ്രൈ ആയിട്ടുള്ള മോയ്സ്ചർ ഫ്രീ ആയിട്ടുള്ള കൊപ്രയായിട്ട് മാറും. ഈ കൊപ്ര എന്ത് ചെയ്യും നമ്മൾ അടുത്ത കൺവെയറിലേക്ക് കൊടുക്കും. ഇത് നമ്മൾ വലിയ യൂണിറ്റ് ആയതുകൊണ്ട് തന്നെ ഇതിന്റെ അടുത്ത പ്രോസസ്സ് നടക്കുന്നത് അടുത്ത റൂമിലേക്കാണ്. അപ്പോൾ ഇത്രയും ദൂരത്തിലേക്ക് നമ്മൾ ഈ കൊപ്ര നമ്മൾ ഈ കൺവെയർ വഴിയാണ് എക്സ്പെല്ലറിലേക്ക് വരുന്നത്. ഇവിടെ വന്ന ഈ കൊപ്ര കട്ട് ചെയ്തു, ഫസ്റ്റത്തെ ക്രഷിങ് കഴിഞ്ഞു, അത് ഓയിലായിട്ട് മാറും. പിന്നെ അതിനുശേഷം നമ്മൾ സെക്കൻഡ് ക്രഷിങ്ങിലേക്ക് സെക്കൻഡ് എക്സ്പെല്ലറിലേക്ക് പോകും. അങ്ങനെ വെളിച്ചെണ്ണ ടാങ്കിലേക്കും ഇതിന്റെ പിണ്ണാക്ക് ഇതിനടിയിലൂടെ തന്നെ പുറത്തേക്ക് ഗോഡൌണിലേക്ക് മാറുകയാണ് ചെയ്യുന്നത്. എക്സ്പെല്ലറിൽ നിന്ന് പുറത്തേക്ക് വരുന്ന എണ്ണ നേരെ നമ്മൾ ഫിൽട്ടർ ചെയ്യാൻ വേണ്ടി
കൊണ്ടും ഫിൽറ്റർ ചെയ്തതിന് ശേഷം എന്ത് ചെയ്യുന്നത്, നമ്മൾ ഈ വലിയ 25,000 ലിറ്ററിൻ്റെ ടാങ്കിലേക്കാണ് നമ്മൾ ഫിൽറ്റർ ചെയ്ത എണ്ണ വരുന്നത്. 25,000 ലിറ്ററിൻ്റെ ടാങ്ക് ഫില്ലായി കഴിഞ്ഞതിന് ശേഷം നമ്മൾ അക്മാർക്ക് അതോറിറ്റീസ് ഇവിടെ വന്നു, ഇതിൻ്റെ സാമ്പിൾ എടുത്ത് ടെസ്റ്റ് ചെയ്യാൻ കൊണ്ടുപോകും. ഓ, അക്മാർക്കാണ് നിങ്ങളെ ഓയിൽ വരുന്നത്? നമ്മൾ അക്മാർക്ക് ഗ്രേഡ് 1 ആണ്. അക്മാർക്ക് ലാബിൽ ടെസ്റ്റ് ചെയ്തതിന് ശേഷം അതിൻ്റെ ക്വാളിറ്റി ഉറപ്പുവരുത്തി ഗ്രേഡ് 1 നമുക്ക് പാക്ക് ചെയ്യാനുള്ള പെർമിഷൻ കിട്ടും. പാക്ക് ചെയ്യാനുള്ള പെർമിഷൻ കിട്ടിയാൽ എന്ത് ചെയ്യും, നമ്മൾ ഈ ടാങ്കിൽ നിന്നും ഈ വലിയ കോണിക്കലിൻ്റെ 10 ടാങ്ക് ഉണ്ട്, നമുക്ക് ഈ കോണിക്കൽ ടാങ്കിലേക്ക് മാറ്റും. ഈ ടാങ്കിലേക്ക് നമ്മൾ മാറ്റിയതിന് ശേഷം ഇവിടെ നിന്നാണ് നമ്മൾ എന്ത് ചെയ്യുക, പാക്കിംഗ് സെക്ഷനിലേക്ക് പോകുന്നത്. ബോട്ടിൽ പാക്ക് ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ പൗച്ച് പാക്ക് ചെയ്യുന്നുണ്ട്. പൗച്ച് പാക്ക് ചെയ്യുന്നതിന് 2 തരത്തിലുണ്ട്. ഒന്ന് 1/2 ലിറ്റർ പൗച്ച് പാക്ക് ചെയ്യുന്ന മെഷീനുണ്ട്, ഇത് രണ്ടാമത്തെ 1 ലിറ്റർ പാക്ക് ചെയ്യുന്ന മെഷീനാണ്. ഇത് കൂടാതെ ഇനി വേറെന്താ പ്രോഡക്റ്റ് നിങ്ങൾക്ക്? ഇത് കൂടാതെയുള്ളത് നമ്മൾ നേരത്തെ പറഞ്ഞ വിളക്കെണ്ണയുണ്ട്, അതുപോലെ തന്നെ വെർജിൻ കോക്കനട്ട് ഓയിലും കൂടി നമ്മൾ ഇവിടെ ഉത്പാദിപ്പിക്കുന്നുണ്ട്. വെർജിൻ കോക്കനട്ട് ഓയിൽ നിങ്ങൾ ചെയ്യുന്നുണ്ട്. നമ്മുടെ കമ്പനിയുടെ എല്ലാ പ്രോസസ്സും കണ്ടു കഴിഞ്ഞു. ഇനി എനിക്ക് അറിയേണ്ടത് എവിടെയൊക്കെയാണ് നിങ്ങളുടെ ഈ ഒരു പ്രോഡക്റ്റ് നമുക്ക് ലഭിക്കുന്നത്? കണ്ണൂർ ജില്ലയിലെ എല്ലാ സ്ഥലങ്ങളും നമ്മുടെ സഹകാരി ഉൽപ്പന്നങ്ങൾ ഇപ്പോൾ ലഭ്യമായിട്ടുണ്ട്. കോഴിക്കോട്, എറണാകുളം, തൃശ്ശൂർ, തിരുവനന്തപുരം ജില്ലകളിലൊക്കെ നമുക്ക് മാർക്കറ്റ് ഉണ്ട്. ഇതിന് പുറത്ത് കേരളത്തിന് പുറത്തുള്ളത് ബാംഗ്ലൂർ, ബോംബെ, ഡൽഹി എന്നീ സ്ഥലങ്ങളിൽ ഇപ്പോൾ പോകുന്നുണ്ട്. തേങ്ങാപ്പാലിന് കാര്യമായിട്ടുള്ള മാർക്കറ്റ് കണ്ണൂർ ജില്ലയ്ക്ക് പുറത്തുള്ളത് നമുക്ക് ഡൽഹിയിൽ, അതുപോലെ തന്നെ നോർത്തിലേക്കാണ് നമുക്ക് കാര്യമായിട്ട് പോകുന്നത്. നോർത്തിലേക്ക് നന്നായിട്ട് നിങ്ങൾ തേങ്ങാപ്പാൽ മാർക്കറ്റ് നോർത്തേൺ സ്റ്റേറ്റിൽ പോകുന്നുണ്ട്. അതേപോലെ തന്നെ മറ്റൊരു കാര്യം എനിക്ക് ചോദിക്കാനുള്ളത്, ഈ ഒരു വീഡിയോ കാണുന്ന സമയത്ത് ഒത്തിരി ഡിസ്ട്രിബ്യൂട്ടേഴ്സിലും വിളിക്കാൻ സാധ്യതയുണ്ട് ഈ ഡിസ്ട്രിബ്യൂഷന് വേണ്ടിയിട്ട്. അങ്ങനെ ആരെങ്കിലും വിളിക്കുകയാണെങ്കിൽ നിങ്ങൾ ഈ കമ്പനിയുടെ പ്രോഡക്റ്റ് കൊടുക്കാൻ റെഡിയാണോ? നമുക്ക് ആർക്ക് വേണമെങ്കിലും കൊടുക്കാൻ വേണ്ടി സാധിക്കും. അതിനുള്ള കപ്പാസിറ്റി നമ്മുടെ യൂണിറ്റിനുണ്ട്. ഓക്കെ, അത് എവിടുന്ന് വിളിച്ചു കഴിഞ്ഞാലും നിങ്ങൾ എത്തിച്ചു കൊടുക്കാൻ റെഡിയാണ്. നിങ്ങൾ വിളിച്ചു കഴിഞ്ഞാൽ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ സംസാരിക്കുമായിരിക്കും? തീർച്ചയായും വിളിച്ചാൽ നമ്മൾ അതിനുള്ള എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കുന്നതായിരിക്കും. ഇനി എനിക്ക് അറിയേണ്ടത് ഇതിന്റെ പ്രൈസാണ്. നിങ്ങളുടെ ഈ ഒരു തേങ്ങാപ്പാലിന്റെ പ്രൈസ് എങ്ങനെയാണ് വരുന്നത്? തേങ്ങാപ്പാലിന്റെ പ്രൈസ് നമ്മൾ തേങ്ങയുടെ വിലക്കനുസരിച്ചുള്ള മാറ്റങ്ങൾ തേങ്ങാപ്പാലിന്റെ വിലയിൽ ഉണ്ടാവും. ഇപ്പോൾ വീഡിയോ ചെയ്യുന്ന സമയത്ത് നമുക്ക് 500 മില്ലി തേങ്ങാപ്പാലിന് 127 രൂപയും 1 ലിറ്റർ തേങ്ങാപ്പാലിന് 235 രൂപയാണ് വിലയുള്ളത്. തേങ്ങയുടെ വിലക്കനുസരിച്ചുള്ള മാറ്റം എന്തായാലും ഓരോ സമയത്തും നമ്മൾ വെളിച്ചെണ്ണക്ക് മാറുന്നത് പോലെ തന്നെ തേങ്ങാപ്പാലിനും ഈ ഒരു തേങ്ങയുടെ ചേഞ്ചസ് എന്തായാലും തേങ്ങയുടെ വിലക്കനുസരിച്ചുള്ള മാറ്റങ്ങൾ വരാൻ സാധ്യത തീർച്ചയായിട്ടും ഉണ്ടാവും. അഞ്ചരക്കണ്ടി ഫാർമേഴ്സ് സർവീസ് കോഓപ്പറേറ്റീവ് ബാങ്ക് അതിൻ്റെ പേരിനെ അന്വർത്ഥമാക്കിയുള്ള പ്രവർത്തനങ്ങളാണ് ഇതുവരെ നടത്തി വന്നിട്ടുള്ളത്. അതിൽ പ്രധാനപ്പെട്ടതാണ് നാളികേര കർഷകരുടെ വില ഇടിഞ്ഞപ്പോൾ നാളികേര കൃഷിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവരെ സഹായിക്കുന്നതിന് വേണ്ടി ആരംഭിച്ചൊരു സംരംഭമാണ് നാളികേര സംസ്കരണ സമുച്ചയം. അതിൽ ആദ്യകാലത്ത് തേങ്ങ വാങ്ങി വെളിച്ചെണ്ണയാക്കുക മാത്രമാണ് ചെയ്തിരുന്നത്. പക്ഷേ ആളുകളുടെ ആവശ്യങ്ങളും ഇതൊക്കെ കണ്ടറിഞ്ഞുകൊണ്ട് വൈവിധ്യങ്ങളാർന്ന പ്രവർത്തനങ്ങൾ നാളികേരവുമായി ബന്ധപ്പെട്ട ഒട്ടേറെ പ്രവർത്തനങ്ങൾ നടത്തി വരുന്നുണ്ട്. അതിലൊന്നാണ് തേങ്ങാപ്പാൽ, അതുപോലെ വെർജിൻ കോക്കനട്ട് ഓയിൽ, തേങ്ങ ചിപ്സ് തുടങ്ങിയ ഒട്ടേറെ സാധനങ്ങൾ. അതിന് പുറമെ നാളികേരം വെളിച്ചെണ്ണയാക്കി മാറ്റുന്ന ഏറ്റവും പരിശുദ്ധമായ കൊപ്ര മാത്രമേ നമ്മൾ എടുക്കലുള്ളൂ. അപ്പോൾ അതിൽ നിന്ന് തിരിവ് വരുന്ന ബ്ലാക്ക് മാർക്കും മറ്റൊക്കെ വരുന്ന കൊപ്ര പ്രത്യേകമായി തിരിഞ്ഞുണ്ടാക്കി അത് പ്രത്യേക എക്സ്പിലർ ആട്ടിക്കൊണ്ട് വിളക്കെണ്ണ എന്ന പേരിൽ അതും മാർക്കറ്റ് ചെയ്യുന്നുണ്ട്. ഇതിന് പുതുതായിട്ട് ഞങ്ങൾ ഗ്രേറ്റഡ് കോക്കനട്ട് തേങ്ങ ചിരവി പാക്ക് ചെയ്ത് മാർക്കറ്റ് ചെയ്യാനുള്ള സംരംഭം ആരംഭിക്കുന്നുണ്ട്. അതിന് പുറമെ തേങ്ങ വെള്ളം ഉപയോഗിച്ചുള്ള നല്ല കുടിവെള്ളം സോഫ്റ്റ് ഡ്രിങ്ക് ഉണ്ടാക്കുന്ന സംരംഭം ആരംഭിച്ചു കഴിഞ്ഞു. അതിൻ്റെ ഗുണമറിഞ്ഞ് പലരും അന്വേഷിച്ച് ഇവിടെ സാധനങ്ങൾക്ക് വേണ്ടി സമീപിക്കുന്ന സ്ഥിതി ഉണ്ടായിട്ടുണ്ട്. ഇത്രയും കാര്യങ്ങൾ ഇനിയും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒട്ടേറെ കാര്യങ്ങൾ നമ്മൾ ചെയ്യാൻ ഇരിക്കുന്നതേ ഉള്ളൂ. അതൊക്കെ നമ്മളെ പദ്ധതി പ്രവർത്തനങ്ങളിൽ ഉൾപ്പെട്ട കാര്യങ്ങളാണ്. ഈ കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുന്നത് നാളികേര കർഷകരെ സംരക്ഷിക്കുക എന്നുള്ള ഒറ്റ ഉദ്ദേശം മുൻനിർത്തിയാണ്. ഇത്രയാണ് സഹകാരി കോക്കനട്ട് പ്രോസസ്സിംഗ് യൂണിറ്റിന്റെ വിശേഷങ്ങൾ. വലിയ രീതിയിലാണ് ഇവിടെ കോക്കനട്ട് പ്രോസസ്സ് ചെയ്ത് നമ്മൾ മുന്നിലേക്ക് കൊണ്ടുവന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ഞാൻ വരുന്ന സമയത്ത് കോക്കനട്ട് മിൽക്ക് ചെയ്യുന്ന ഒരു കാഴ്ച കാണാൻ ഞാൻ ഇവിടെ വന്നിട്ടുള്ളത്. ഇവിടെ വന്നപ്പോഴാണ് കോക്കനട്ട് ഓയിൽ ചെയ്യുന്നുണ്ട്, വെർജിൻ കോക്കനട്ട് ചെയ്യുന്നുണ്ട്, അതേപോലെ തന്നെ ലാംബ് ഓയിലൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് എന്നുള്ള കാര്യം അറിയാൻ പറ്റില്ല. അതൊക്കെ നിങ്ങൾ മുന്നിലേക്ക് ഞാൻ എത്തിച്ചിട്ടുണ്ട്. ഇത് മാത്രമല്ല ഇനിയും കുറേ പ്രോജക്റ്റുകൾ കമ്പനിയുടെ മുന്നിലുണ്ട്. അതൊക്കെ നിങ്ങളുടെ മുന്നിലേക്ക് ഞാൻ എത്തിക്കുന്നതായിരിക്കും. കൂടുതലായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും അറിയണമെന്നുണ്ട് തീർച്ചയായിട്ടും വിളിക്കാം കേട്ടോ. നമ്പർ ഞാൻ എന്നും കൊടുക്കുന്നത് പോലെ തന്നെ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്യുന്നുണ്ട്. വിളിക്കാൻ നിങ്ങൾക്ക് സംസാരിക്കാം. ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് നിർത്താണ്. അടുത്ത ദിവസം അടിപൊളി വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് വരാം. ഓക്കെ, ബൈ.